നമസ്കാരം. ഞാൻ രാജൻ വടക്കേക്കുടി. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം കഷ്ടപ്പെടുന്ന കർഷകൻ്റെ ദുരവസ്ഥ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരികയാണ്. മഴ പെയ്തിട്ട് 3.5 മാസം കഴിഞ്ഞു. ഇനിയും മഴയുടെ ലക്ഷണങ്ങളൊന്നുമില്ല. കപ്പകൃഷിയാണെങ്കിൽ ഉണക്കിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. കൈയെല്ലാം കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നനയ്ക്കാൻ വെള്ളമില്ല. മഴ അടുത്തെങ്ങും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ കപ്പ ഇത് കണ്ടില്ലേ, ഇല മുഴുവൻ പൊഴിഞ്ഞിങ്ങനെ നിലത്ത് കിടക്കുക. അപ്പോൾ ഈ ഇല പൊഴിയുന്നത് എന്ന് പറഞ്ഞാൽ വേനലിൻ്റെ കൂടുതൽ കൊണ്ടാണ് ഈ ഇല ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത്. ഈ കപ്പയ്ക്ക് അത്രയും ക്ഷീണം സംഭവിച്ചിട്ടില്ല. ക്ഷീണമുണ്ട്, എന്നാലും ഈ കപ്പ കുറേ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഈ രാമൻ കപ്പ എന്ന് പറയുന്നത് നല്ല വിളവാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കപ്പയ്ക്ക്. പക്ഷേ ഇതിന് നന്നായിട്ട് ഉണക്ക് പറ്റിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഈ കർഷകരെന്ത് ചെയ്യും? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്ത്, പണിയാനുള്ളത് മുഴുവൻ പണത് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. വളം കലക്കി ഒഴിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത് വെള്ളമില്ല, രണ്ടാമത് മഴ പെയ്യുന്നില്ല, മൂന്നാമത് ഇതിന് മുടക്കുന്ന പണം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന പ്രയാസം. അങ്ങനെ പല രീതിയിലായി ഞങ്ങൾ വളരെയധികം മനപ്രയാസത്തിലാണെന്ന് ബഹുമാനപ്പെട്ട നിങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 5:30 കഴിഞ്ഞിരിക്കുകയാണ്. 5:30 കഴിഞ്ഞിട്ടും കത്തുന്ന വെയിലാണ് ഈ കണ്ടത്തിലിപ്പോൾ. ഇതാണ് ഈ കണ്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നല്ല വിളവുണ്ടാവും, നല്ല നീർവാർച്ചയുള്ള മണ്ണാണ്. പക്ഷേ ഇതാണ് കുഴപ്പം, നനയ്ക്കാൻ സൗകര്യമില്ല. അപ്പം നനയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കപ്പ ഇങ്ങനെ നിൽക്കില്ല. വേനൽക്കാലത്ത് ഒരു 2-3 മാസത്തേക്ക് മഴ കുറവാണെങ്കിലും വർഷകാലത്ത് സമൃദ്ധിയായിട്ട് മഴ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ കാനയിലെല്ലാം വെള്ളമുണ്ടാവും. ഇതൊരു കാനയാണ്, മെയിൻ കാനയാണ്. ഇത് മേളിൽ നിന്ന് വരുന്ന ഈ കാനയിലെല്ലാം ജലാംശം ഉണ്ടാവും. അപ്പോൾ ഈ ജലാംശം പിന്നീട് കുറയുന്നത് ഈ സമയത്താണ്. നന്നായിട്ട് ഒഴുകുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊല്ലം നേരത്തെ മാറി, പക്ഷെ മഴ പെയ്യാൻ താമസിക്കുകയും ചെയ്തു. അതിൻ്റേതായ ഒരു ക്ഷീണമാണ് ഈ കപ്പയ്ക്കും ഈ കൃഷി കാര്യങ്ങൾക്കുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതുണ്ടോ, ഇത് ഏറ്റവും അവസാനം ഇട്ട കപ്പയാണ്. വലിയ കപ്പയേക്കാളൊരു 2 മാസത്തെ മൂപ്പ് കുറവുള്ള കപ്പയ്ക്ക് ഭയങ്കരമായ ക്ഷീണം സംഭവിച്ചു. കപ്പയുടെ കൈയെല്ലാം ഉണങ്ങിപ്പോയി. ഈ കപ്പയ്ക്ക് വലിയ ക്ഷീണമില്ല. ഇത് ഏത്തക്കപ്പയാണ്. ഈ കപ്പയ്ക്കും ക്ഷീണം പറ്റിയിട്ടുണ്ട്. ഇത് രാമൻ കപ്പയാണ്, നല്ല വിളവ് കിട്ടുന്ന കപ്പയാണ്. ഈ കപ്പയ്ക്ക് ഒരുപാട് പൊക്കമൊന്നുമില്ല, തണ്ടിന് ഒത്തിരി വണ്ണമൊന്നുമില്ല, എങ്കിലും അടിയിൽ കിഴങ്ങുണ്ട്. പക്ഷേ ഇതിനും നന്നായിട്ട് ഉണക്ക് പറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാം ഉണക്ക് പറ്റി കൈയെല്ലാം കരിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. കുളത്തിലെ വെള്ളവും വറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. കൊടിയ വേനലാണ്. മഴ പെയ്യാൻ താമസിച്ചു, പുതുമഴ പെയ്യുന്നില്ല. മഴ നേരത്തെ മാറിയതുകൊണ്ട് ഒരു 3.5 മാസക്കാലമായിട്ട് ഇവിടെ ജലത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. അല്പം വെള്ളമുണ്ട്, അത് ഈ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഏലം നനച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുമഴ പെയ്തെങ്കിലേ ഇനി ഈ കപ്പകൃഷിക്കൊക്കെ ഒരു ഉണർവ് വരികയുള്ളൂ. മാത്രവുമല്ല, പുതിയ കൃഷി ഇറക്കുന്നതിനുള്ള സ്ഥലമെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃഷി ഇറക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പയർ കൃഷി. 5-8 കുഴിയേ ഉള്ളൂ. പയറിവിടെ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുമോ? ഈ പയറിൻ്റെ വിത്തിൻ്റെ ക്വാളിറ്റി എന്താണ്? മാത്രമല്ല, കീടബാധയുടെ അളവ് എന്താണ്? ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പയർ കൃഷി ഇപ്പോൾ ഇത്രയും മാത്രം ചെയ്തങ്ങ് അവസാനിപ്പിച്ചത്. പയർ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കപ്പ ഇടണം. ചേന വിത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചേമ്പ് വിത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വാഴ വിത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.